എന്നോട് പറഞ്ഞു. അവസാനം ഉസ്താദിന്റെ നിർദ്ദേശത്തോടുകൂടി നെറ്റിൽ നിന്ന് കിതാബ് ഡൗൺലോഡ് ചെയ്ത ഒരു സുഹൃത്തുണ്ട് എനിക്ക്. ആ സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഹദീസ് ഏത് കിതാബിലുള്ളതാണെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം സെക്കൻഡുകൾക്കകം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കിതാബിൽ അതുണ്ട്. ഉസ്താദിന് തെറ്റിയോ? ഉസ്താദിന് തെറ്റുമോ? ഹദീസിന്റെ വിഷയം, ഹദീസിന്റെ ഷെയ്ഖല്ലേ, ഒരിക്കലും തെറ്റില്ലല്ലോ. ഉസ്താദ് അവറുകൾ എന്നോട് അങ്ങനെ ഒരു ഹദീസ് ഇല്ല മോനെ എന്ന് പറഞ്ഞ ആ ഹദീസിനെ പറ്റിയിട്ട് ആ പണ്ഡിതൻ എന്നോട് പറഞ്ഞത്, ആ സുഹൃത്തിനോട് പറഞ്ഞത്, മൗലൂആയ ഹദീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കിതാബുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യം തന്നെ ഫസ്റ്റ് പേജിൽ അദ്ദേഹം ഇതിന്റെ രചയിതാവ് തന്നെ എഴുതിയിട്ടുള്ളത്, ഇതിനകത്തുള്ള ഹദീസുകളൊന്നും യാഥാർത്ഥ്യത്തോട് പുലബന്ധമില്ലാത്തതാണ്, പച്ച കള്ളം പ്രചരിപ്പിക്കുന്ന ഹദീസുകളാണ് ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കൊടുക്കുന്ന ഹദീസുകൾ എവിടെ കണ്ടാലും അത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തിയ ഒരു ഇമാമ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഹദീസാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ഉസ്താദിന്റെ പാണ്ഡിത്യത്തിന്റെ ആ ഒരു വലിയ നിപുണത ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഒറ്റയടിക്ക് അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത്രത്തോളം പാണ്ഡിത്യം ഉണ്ടാകണം. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾക്ക് തീരാ നഷ്ടമായി പോയി. ഉമ്മീ മാത്തത്തെ കഥ മാത്ത കുല്ലു ഷൈഇൻ, എന്റെ ഉമ്മ മരിച്ചപ്പോൾ ആ ഉമ്മയോടൊപ്പം എല്ലാം മരിച്ചു എന്ന് പറഞ്ഞ ആ ബാലനെ പോലെയാണ് കുളപ്പുറത്തുള്ള കുറുമ്പുറത്തുള്ള നിങ്ങളും ഞാനും അടങ്ങുന്ന ഉസ്താദിന്റെ മുഹിബ്ബീങ്ങൾ, ഉസ്താദുമായി ബന്ധപ്പെട്ടവർ. നമുക്ക് വലിയ നഷ്ടമാണ്, നികത്താൻ പറ്റില്ല. വിടവ് നികത്താൻ ഇനി ഒരു പെണ്ണ് വേറെ പ്രസവിക്കണം, അല്ലാതെ നിലവിൽ പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കൊണ്ടും നികത്താൻ കഴിയില്ല സഹോദരങ്ങളെ. ഇത് ഞാൻ ഒരിക്കലും ഉസ്താദിന്റെ മഹത്വം ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും കൊണ്ട് പൊലിപ്പിച്ച് പറഞ്ഞ് നിങ്ങൾ ഇതൊന്നും നേടാനല്ല. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും എനിക്കിപ്പോ അൽഹംദുലില്ലാ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ പ്രസംഗത്തിന് പോകുമ്പോ വലിയ പരിപാടിയാണെങ്കിൽ എന്നെ വിളിക്കാതെ പോകരുത്, തങ്ങളെ വിളിക്കാതെ പോകരുത്, പാലക്കാട് തങ്ങളെ വിളിക്കാതെ പോകരുത്. ഞാൻ ഉസ്താദിനെ വിളിക്കുമ്പോ പറയും, തങ്ങളെ വിളിച്ചില്ലേ, വിളിക്കാൻ പോകുന്നു ഉസ്താദെ, ആ പെട്ടെന്ന് വിളിക്ക്, എന്നിട്ട് അങ്ങനെ പറഞ്ഞ് വിളിക്കും. അങ്ങനെ വിളിച്ചതിന് ശേഷം ഉസ്താദ് പറയുന്ന രീതിയിൽ പോയി പ്രസംഗം കഴിഞ്ഞാൽ ഉറക്കമുളച്ചിരുന്ന് തിരികെ വിളിക്കും. ആളുണ്ടായിരുന്നോ? പിരിവൊക്കെ സംഘാടകർക്ക് ആവശ്യമായ പൈസ കളക്ട് ചെയ്ത് കൊടുത്തോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, അപ്പോഴാണ് ഉസ്താദിന് സന്തോഷം വരുന്നത്. അതുവരെയും ഉസ്താദ് കാത്തിരുന്ന് ഫോൺ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഡ്രസ് എടുത്ത് ശരീരത്തിട്ട് എന്റെ വാഹനത്തിൽ കയറുമ്പോൾ ഞാൻ ഒരു ഫാത്തിഹ ഉസ്താദിന്റെ ഹളറത്തിൽ ഞാൻ അയക്കും. ശേഷം ഞാൻ സദസ്സിലേക്ക് പോയി സദസ്സിന്റെ വെട്ടം വെളിച്ചം ഞാൻ കാണുമ്പോൾ ഒരു ഫാത്തിഹ ഓതി ഉസ്താദിനെ അയക്കും. എന്നിട്ട് സ്റ്റേജിലേക്ക് കയറി ഇരിക്കുമ്പോൾ ഞാനൊരു ഫാത്തിഹ ഓതും 3. അവസാനം ഞാൻ മൈക്കിന്റെ മുമ്പിൽ എത്തുമ്പോൾ കുറച്ചു പേർക്ക് ഞാൻ